മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഇവർക്കൊപ്പം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക്. സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ കരിക്കകത്തുള്ള ഒരമ്മ, അവർ പ്രസവത്തിന് ശേഷം അവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർക്ക് പനിയുണ്ടായിരുന്നു എന്നാണ് കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നത്, അവരുടെ ഹസ്ബൻഡ്. ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ പ്രസവത്തിന് ശേഷം ഒരാളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ ആരോഗ്യവതിയാണോ എന്നുള്ളത് പരിശോധിക്കുക പോലും ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്യുകയും അതിനുശേഷം അവർക്ക് അണുബാധയുണ്ടായി എന്ന് വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിൽ തിരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴും വേണ്ടത്ര താൽപര്യമോ പ്രാധാന്യമോ നൽകാതെ വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിന്റെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നുള്ളതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇവിടെ ചികിത്സക്കെത്തുന്ന ആളുകളോട് അധികൃതർ കാണിക്കുന്ന അനാസ്ഥയുടെ നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നു. സർക്കാർ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷവും ഉണരുന്നില്ല എന്നുള്ള സാഹചര്യം, ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ മരണപ്പെട്ടിട്ടുള്ള യുവതിയുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് നീതി ലഭിക്കണം. ആ യുവതിയുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണം. ഈ അനാസ്ഥ തുടരുന്നതിനെതിരായിട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഈ കുത്തിയിരിപ്പ് സമരം നടക്കുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ടുള്ള ഈ പ്രതിഷേധം ഇത്രയും നേരമായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇവരെ ആശ്വസിപ്പിക്കാനോ ഇവർക്ക് തക്കതായിട്ടുള്ള മറുപടി നൽകാനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് കാരനായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാനിവിടെ അന്വേഷിക്കാനെത്തി. തീർച്ചയായിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നതുവരെ ഈ സമരം തുടരും. അതുകൊണ്ടാണ് ഞാൻ ഈ സമരത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ചത്. അനുജ, വി മുരളീധരൻ പറഞ്ഞത് അതാണ്. ഈ ഗുരുതരമായ അനാസ്ഥ ഒപ്പം ഈ പിഴവ് തിരുവനന്തപുരം SAT ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ ശക്തമായ നടപടി വേണം എന്നതാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്ന കാര്യം. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആശുപത്രി അധികൃതരുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടാകും വരെ ഈ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനത്തിലാണ് ബന്ധുക്കളും ഉൾപ്പെടെ ഉള്ളത്. ശിവപ്രിയയുടെ ഈ ദിവസങ്ങൾ മാത്രം പ്രായമായുള്ള കുഞ്ഞും ആ മൂത്ത കുട്ടിയും ഒത്താണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഈ ഒപ്പം മറ്റ് ചില രാഷ്ട്രീയ പാർട്ടി ആളുകളുമുണ്ട്. അവരൊക്കെ ഇപ്പോൾ SAT ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. വലിയ പിഴവ് SAT ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ഇവർ പറയുന്നത്. ഈ വലിയ പരിശോധനയൊന്നും തന്നെ നടത്താതെ ഈ ശിവപ്രിയ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ശിവപ്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ നിന്ന് പോകുമ്പോൾ പോലും ചില പനി ഉണ്ടായിരുന്നു എന്നതാണ് ഭർത്താവ് പറയുന്നത്. പക്ഷേ അതൊന്നും തന്നെ കാര്യമായി നോക്കാതെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലെത്തി ഒരു ദിവസത്തിന് ശേഷം പനി കൂടി ആരോഗ്യസ്ഥിതി വഷളായതോടുകൂടി വീണ്ടും SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. SAT ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ ഈ ശിവപ്രിയയുടെ ആരോഗ്യനില മോശമായിരുന്നു. അങ്ങനെയാണ് ആദ്യ ദിവസം SAT ആശുപത്രിയിൽ ICUവിലായിരുന്നു ശിവപ്രിയ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ആരോഗ്യസ്ഥിതി കൂടുതൽ ഗുരുതരമായതോടുകൂടി അവിടെ നിന്ന് തിരുവനന്തപുരം മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ശിവപ്രിയയെ മാറ്റുകയായിരുന്നു. അവിടെ 13 ദിവസമായി ശിവപ്രിയ ചികിത്സയിലായിരുന്നു.
ചികിത്സയിലായിരുന്നു. ആ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോട് കൂടിയാണ് ശിവപ്രിയയുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. അണുബാധയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് പ്രാഥമികമായ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആശുപത്രികളിൽ നിന്ന് ഉണ്ടാകുന്ന അണുബാധയാണ് ശിവപ്രിയയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ്. അത് തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ് അത്തരത്തിൽ അണുബാധ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.